മുൻ വിമർശന വിവാദമായതോടെ മദ്യനയത്തെക്കുറിച്ച് പ്രതികരിക്കാതെ വി.എം. സുധീരൻ തൃശൂരിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനെത്തിയതായിരുന്നു അദ്ദേഹം. വി.എം. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യം മദ്യവുമായി ബന്ധപ്പെട്ട പ്രതികരണമുണ്ടോ? ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, വി.എം. സുധീരനാണ് ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചത്. എന്നാൽ അതിന് പിന്നാലെ വി.ഡി. സതീശൻ തന്നെ ഉള്ളിൽ നിന്നും പല ആളുകൾ ഇതിനെതിരെ വരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണോ ഇപ്പോൾ ഒരു മൗനം പാലിക്കുന്നത്? എന്താണ് ഇക്കാര്യത്തിൽ വി.എം. സുധീരൻ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറിയത്? ഇളവ് സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. മാത്രമല്ല, തീരദേശ മേഖലയെ ബാധിക്കുന്ന കരിമണൽ ഖനനം അടക്കമുള്ള വിഷയങ്ങളിൽ സുധീരൻ ശക്തമായ നിലപാട് പറയുകയും ചെയ്തു. ഇതിനിടയിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ സുധീരനെതിരെ ഒരു പരോക്ഷ വിമർശനം ഉന്നയിച്ച സാഹചര്യവും ഉണ്ടായി. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് മദ്യനയത്തിൽ സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകുകയാണല്ലോ എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. പക്ഷേ കാര്യമായ ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് എന്നുള്ള കാര്യവും വ്യക്തമല്ല. കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങളെ തുടർന്നാണോ, അതല്ലെങ്കിൽ താൻ പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നതറിയില്ല. അദ്ദേഹം പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. മറ്റു ചോദ്യങ്ങളും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് മറുപടി നൽകിയതും. ഏതായാലും സുധീരൻ തന്റെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അദ്ദേഹം അത് വീണ്ടും ആവർത്തിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ ആ നിലപാടിൽ ഉറച്ചു നിന്ന് അതിനുവേണ്ടി വാദിക്കാനോ തയ്യാറല്ല ഇനിയുള്ള സമയത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും മനസ്സിലാകുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. സ്വാതി. ശരി ലെവിൻ.